ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ ആദ്യത്തെ കളിയാണ്. ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് ഇരുന്ന കളി നമ്മൾ പാകിസ്ഥാനിലേക്ക് നമുക്ക് പറക്കാൻ പറ്റാത്തത് കാരണം നമ്മൾക്ക് വേണ്ടിയിട്ട് ദുബായിൽ വെച്ചായിരുന്നു കളി നടന്നത്. ടോസ് നേടിയ ബംഗ്ലാദേശ് വേറെ ഒന്നും നോക്കിയില്ല, നമുക്ക് ബാറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ബാറ്റ് ചെയ്യാൻ പോയി. ആദ്യത്തെ ഓവറിൽ തന്നെ ഷമ്മി നമ്മുടെ പേരെന്താ സൗമ്യ സർക്കാർ അവനെ അങ്ങ് തീർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു ടാൻസിദ് ഹസൻ അങ്ങേരൊക്കെയും കൂടി അടി തുടങ്ങി. പക്ഷേ ചറ വിക്കറ്റ് അടുത്ത ഓവറിൽ തന്നെ ഹർഷിത് നമ്മുടെ റാണയ്ക്ക് കിട്ടിയ അടുത്ത വിക്കറ്റ്. അത് കഴിഞ്ഞ് അടിപൊളി കളിയായിരുന്നു. വിക്കറ്റുകളൊക്കെ ഇടവേളകളിൽ വീണുകൊണ്ടിരിക്കുന്നു. പക്ഷേ രണ്ട് പയ്യന്മാർ അവന്മാരാണ് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി അവർക്ക് അത്യാവശ്യം ഒരു സ്കോർ എത്തിച്ചു കൊടുത്തത്. ഒന്ന് ഹൃദോയും രണ്ടത് ജേക്കറും. ഇതിൽ ഹൃദോയി ഏറ്റവും അവസാനം 100 റൺസാണ് അടിച്ചത്. അവൻ ഏറ്റവും അവസാനം അവന് 2-3-4 തവണ വെള്ളം കൊടുത്തു. അത് കഴിഞ്ഞ് പക്ഷേ അവൻ അടിപൊളിയായിട്ട് കളിച്ചു കിട്ടും. അതേപോലെ ജേക്കർ 60 എത്രയോ റൺസ് എടുത്തു. എന്താ പറയുക, നല്ല അടിപൊളി കളിയായിരുന്നു അവന്മാർ. നല്ല ഷോട്ട് പ്ലേസ്മെൻറ്റ് എല്ലാം പക്കയായിട്ട് കളിച്ചായിരുന്നു. പക്ഷേ നമ്മുടെ മുഹമ്മദ് ഷമീനെയാണ് നമുക്ക് എടുത്ത് പറയേണ്ടത്. ബുംറ ഇല്ലാത്ത അവസരത്തിൽ ടീമിനെ ഫുള്ള് നമുക്കറിയായിരുന്നു. ഓൾറെഡി ഒരു ഫാസ്റ്റ് ബോളിങ്ങിന് പ്രിഫറൻസ് വരുന്ന ഒരു പിച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം. പക്ഷേ ഷമിക്ക് 5 വിക്കറ്റ് കിട്ടി. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഷമിക്ക് മൊത്തത്തിൽ 200 വിക്കറ്റ് ഇപ്പോൾ പുള്ളിക്കുണ്ട്. അതുപോലെ തന്നെ അസർ പട്ടേൽ നന്നായിട്ട് ബോൾ എറിഞ്ഞിട്ടുണ്ട്. 2 വിക്കറ്റ് ഏകദേശം കിട്ടി. പക്ഷേ ജഡേജയാണ് നമ്മളെ നിരാശപ്പെടുത്തിയത്. ജഡേജയ്ക്ക് വിക്കറ്റൊന്നും കിട്ടിയില്ല. 10 ഓവർ എറിഞ്ഞിട്ട് പക്ഷേ റൺസ് വളരെ കുറച്ചാണ് കൊടുത്തോളൂ. പക്ഷേ അങ്ങനെ ഏകദേശം അവർ 228 റൺസാണ് എടുത്തത്. മൊത്തം ഓൾ ഔട്ടായിട്ടോ. 50 ഓവർ തച്ചില്ല, 49 പോയിൻ്റ് എത്രയോ ഓവറിൽ അവന്മാർ ഓൾ ഔട്ടായി. അത് കഴിഞ്ഞാണ് നമ്മുടെ ഇന്ത്യയിലെ ബാറ്റിംഗ് വന്നത്. രോഹിത് ശർമ്മയും ഗില്ലുമാണ് ഓപ്പൺ ചെയ്തത്. അവന്മാരൊരു പക്ക അടിപൊളിയായിട്ട് തുടങ്ങി. പക്ഷേ കുറച്ചധികം കഴിഞ്ഞപ്പോഴത്തേക്കും രോഹിത് ശർമ്മനെ നമുക്ക് കഷ്ടമായി. പക്ഷേ ഒരറ്റത്ത് ഗില്ല് അടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത് വിരാട് കോഹ്ലി വന്നു. പക്ഷേ വിരാട് കോഹ്ലിയും അടിപൊളിയായിട്ട് ഷോട്ടൊക്കെ കളിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയതാണ് റണ്ണൗട്ടുകൾ. ഇന്ത്യയും കുറേ ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് ഒരു റണ്ണൗട്ട് മിസ്സാക്കി. അതേപോലെ ബംഗ്ലാദേശ് ഇതിൽ തന്നെ അവർ കളിച്ചതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ആരാ വന്നേ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിക്കറ്റുകൾ തുരുതുരാ പോയിക്കൊണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അയ്യർ വന്നു. അയ്യർ ഔട്ടായി. അത് കഴിഞ്ഞ് രാഹുൽ ഇപ്പോൾ 2-3 കളിയായിട്ട് ഇന്ത്യ എന്താ പറയുക നോക്കുന്നൊരു കാര്യമാണ്. അസർ പട്ടേലിനെ നേരത്തെ ഇറക്കും, എന്നിട്ട് അവനോട് അടിച്ചോളാൻ പറയും. അവനടിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഔട്ടായി. എന്നിട്ടാണ് രാഹുൽ വന്നത്. അതിൻ്റെ കളി ജയിപ്പിച്ചത് രാഹുലും നമ്മുടെ ഗില്ലും കൂടിയാണ്. ഗില്ല് സെഞ്ചുറി നേടി. ഗില്ല് കൊള്ളാട്ടോ. അവനൊരു എന്താ പറയുക ODIക്ക് വേണ്ടി പണിത് കഴിച്ച് കൊണ്ടുവന്ന ഒരു സാധനം എന്ന് പറയില്ലേ, അതുപോലെയാണ് നമ്മുടെ ശുഭ്മാൻ ഗില്ല്. അവൻ സെഞ്ചുറി അടിച്ച് മറ്റേ രാഹുൽ 40 എത്രയോ എടുത്തു. രാഹുലിനെ ടോപ്പ് ഓർഡറിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും നമുക്ക് കളി, അതായത് ഏറ്റവും അവസാന നിമിഷം കളി ജയിപ്പിക്കാൻ ഒരാൾ, എല്ലാവരും ഔട്ടായി പോവുകയാണെങ്കിൽ കളി ജയിപ്പിക്കുക ഒരാൾ, അങ്ങനെ ഒരാളായിട്ടാണ് ഇപ്പോൾ രാഹുലിനെ നമ്മൾ നിർത്തിയേക്കണേ. അസർ പട്ടേലിനെ വേഗം സ്ട്രൈക്ക് റേറ്റ് കൂട്ടാൻ വേണ്ടി ഇറക്കി വിട്ടതാണ്. പക്ഷേ പുള്ളി പെട്ടെന്ന് ഔട്ടായി. പക്ഷേ മൊത്തത്തിൽ കളി നോക്കുകയാണെങ്കിൽ കുറേ ഫീൽഡിങ് ഇച്ചിരി കൂടെ മെച്ചപ്പെടുത്താനുണ്ട്. കുറേ ഡ്രോപ്പ് ക്യാച്ചസും ഒരു റണ്ണൗട്ട് മിസ്സൊക്കെ ഉണ്ട്. അയ്യറുടെ ആയിരുന്നു ഒരു റണ്ണൗട്ട് മിസ്സ്. അങ്ങനെ കുറേ നോക്കുകയാണെങ്കിൽ, കാരണം ഇനി നമ്മൾ കളിക്കാൻ വേണ്ടി പോകേണ്ടത് പാകിസ്ഥാൻ, ന്യൂസിലൻഡ് പോലുള്ള ടീമുകളാണ്. ബംഗ്ലാദേശെ നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ എന്തായാലും അവർ തോപ്പിക്കുന്നത്. ഒരു അവസരത്തിൽ എനിക്ക് തന്നെ തോന്നി വിക്കറ്റുകളൊക്കെ പോകുന്നതുകൊണ്ട് ദൈവമേ ഇനി ഈ കളി തോക്കുമോ അങ്ങനെയുള്ളൊരു ഡൗട്ട് വന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയല്ല, ഇച്ചിരി കൂടെ എന്താ പറയുക ബെറ്റർ ആക്കേണ്ടിയിരിക്കുന്നു. ഇവന്മാർ ഒരു 150 മേലെ പാർട്ണർഷിപ്പ് എടുത്തു. ഒരു തുടരെ 5 വിക്കറ്റ് വീണതാ എത്രയാ 50 റൺസിന് താഴെയും കണ്ട്. എന്നിട്ടാണ് ഈ ഒരു 228 എന്ന് പറഞ്ഞ ഒരു സ്കോറിലേക്ക് അവർ എത്തിച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് ഇനി അടുത്ത കളി ജയിക്കണം. എന്തായാലും നമ്മൾ പുഷ്പം പോലെ സെമി കിടക്കും. അത് വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.